നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് തിങ്ക് ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ആ ഒരു വ്യക്തി കരുതിയിരിക്കുന്നത്. നമ്മൾക്കറിയില്ല അവരുടെ കരുതലുകളും ചിന്തകളും എങ്ങനെയാണ്, ഏത് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആ ഒരു വ്യക്തി എന്താ പറയുക, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഓഫ് കോഴ്സ്. ആ ഒരു വ്യക്തി കരുതുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ പറ്റിയിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും എൻഡാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കാരണം മേ ബി നിങ്ങളിവിടെ കുറേ പേർക്ക് വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട് ആ ഒരു വ്യക്തിനെ. പക്ഷേ ആ ഒരു വ്യക്തി വിചാരിച്ചിട്ടുള്ളതും അവർ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡാക്കി എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തി എടുത്തിട്ടുള്ളത്. അവരുടെ സങ്കല്പത്തിൽ അവർ വളരെയധികം കരുതലോട് കൂടിയിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നതാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ആ ഒരു വ്യക്തി ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തു. എന്നിട്ടും നിങ്ങൾ മേ ബി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ടായിരിക്കാം ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലും. അതുകൊണ്ട് തന്നെ അവരുടെ സങ്കല്പത്തിൽ വളരെയധികം നിങ്ങളെ സ്നേഹിച്ചു. അവർ വേറെ ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു കെയറും ആ ഒരു സ്നേഹവുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്നാണ് ആ ഒരു വ്യക്തി കരുതുന്നത്. അതുമാത്രമല്ല ആ ഒരു വ്യക്തിക്ക് ഇനി അങ്ങോട്ടേക്ക് വേറെ ആരെയും ഇതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നും കൂടി ആൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. കാരണം ഉള്ള എല്ലാ സ്നേഹങ്ങളും ഊറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിരിക്കുന്നു അദ്ദേഹം. അങ്ങനെയാണ് ആൾ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ഒരു ഈ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തക്കതായിട്ടുള്ള പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ രീതിയിൽ മാറി നിൽക്കാനായിട്ട് അവർക്ക് തോന്നുന്നത്. അവർക്ക് മനസ്സിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, ഇങ്ങോട്ടേക്ക് വരാം, നിങ്ങളെ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആള് ഒരിക്കലും എന്താ പറയുക ഇതിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്നില്ല. കാരണം ആ ഇറങ്ങി വരുന്ന സമയത്തേക്കായിരിക്കും അവർ നിങ്ങളല്ലേ, ഞാൻ എന്തിനു പോകണം, നിങ്ങളായിട്ടല്ലേ ഈ ഒരു ബന്ധത്തിന് തടസ്സമാവാനായിട്ട് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആയത്, പിന്നെ എന്തിന് ഞാൻ അങ്ങോട്ടേക്ക് പോകണം, ആ ഒരു ഈഗോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ആളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അകലാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആൾ നടത്തുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ആളെ കൊണ്ട് അത് പറ്റുന്നില്ല. ഭയങ്കര പെയിൻഫുൾ 10 ഓഫ് സോർട്സ് ഇവിടെ ഉണ്ട്. ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ്. അവർ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ലൈഫാണ് ആഗ്രഹിച്ചിരുന്നത്. കുറേ പേർക്ക് മാരേജ് ചെയ്യാം, മുന്നോട്ടേക്ക് പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേർക്ക് ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പായിട്ട് നിങ്ങൾ വേണം എന്ന് തന്നെ ഈ എന്താ പറയുക മാരേജ് ആയിട്ടുള്ളവർക്കാണെങ്കിലും വേറെ മാരേജിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അവസാനിക്കും എന്നൊന്നും ആൾ ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന സമയത്ത് ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ലൈഫിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിധിയായിട്ടാണ് അവർ നിങ്ങളുടെ ഒരു ബന്ധത്തെ കണ്ടിരുന്നത് ആദ്യമൊക്കെ. പിന്നെ പിന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളും ഗ്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ ഇതുപോലെയൊക്കെ സംഭവിച്ചു പോയതായിരിക്കും. അവർ അവരുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊണ്ടും ഒന്നായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കണതായിട്ട് എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തതായിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടായിരിക്കണം അവർ ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകലാനായിട്ട് ശ്രമിക്കുന്നത്. വിശ്വാസം എന്നുള്ളതുണ്ടല്ലോ, അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്ന് ആ ഒരു വ്യക്തി കരുതുന്നു. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഒട്ടും വിശ്വാസമില്ലാത്ത പോലെയുള്ളൊരു പെരുമാറ്റങ്ങളും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവരെ ഒട്ടും വിശ്വാസമില്ല. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ അതാണ് ഇപ്പോൾ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി കരുതുന്നത്. തുറന്ന മനസ്സോടുകൂടി സന്ദർഭത്തോടു കൂടി അല്ലെങ്കിൽ സാഹചര്യത്തെ നോക്കിക്കാണാനായിട്ട് നിങ്ങൾ അവരെ ഒട്ടും എന്താ പറയുക ഒരു തുറന്ന മനസ്സോടുകൂടി അവരുടെ സാഹചര്യത്തെ നോക്കിക്കാണാനും എന്താ പറയുക അങ്ങനെയൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ അവരെ മുറിപ്പെടുത്തിയതായിട്ടുള്ള ചിന്തയാണ് ആ മനസ്സിൽ മുഴുവനായിട്ട് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ആളെ കറക്റ്റായിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല എന്നതാണ് ആൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആളുടെ ചിന്താഗതിയാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ വിചാരിക്കും നമ്മളാണ് പെർഫെക്റ്റ്, നമ്മളായിരുന്നു എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാം നമ്മളെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ
എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് ഇങ്ങനെ മാറി നിന്ന് പോയത് എന്ന് നമുക്ക് ചിലപ്പോൾ വ്യക്തത ഉണ്ടായിരിക്കില്ല. ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ആളുടെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. പക്ഷേ ആളെക്കൊണ്ട് അങ്ങനെ കഴിയുന്നില്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുന്നൊരു അവസ്ഥയായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ചാരിയറ്റ് ഉണ്ട് ആൻഡ് ടു ഓഫ് സോൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡബിൾ വേ ആണ്. ഒന്നാമത്തെ വേയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കുതിച്ചു ചാടി വരാനായിട്ട് നോക്കുമ്പോൾ ആൾക്ക് വീണ്ടും മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും വീണ്ടും മനസ്സിൽ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് വീണ്ടും റിട്ടേൺ അടിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ടു ഓഫ് സോൾസ് ഉണ്ട്. കൺഫ്യൂഷൻ സ്റ്റേജാണ്. ഞാൻ പോകണോ, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം നല്ലതാണോ, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു ചാൻസ് കൊടുക്കണോ, ചാൻസ് വേണോ, അങ്ങനെയൊക്കെ ഇതിൽ എടുക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് രണ്ടു പേർക്കും പെയിൻഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല ചില റിലേഷൻഷിപ്പിലുള്ളവർക്ക് ചിലവർക്ക് സത്യം മറന്നേക്ക് പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാൾക്കും ഈ ഒരു ബന്ധത്തിൻ്റെ വ്യക്തത മനസ്സിലാകുന്നു. ഈ ഒരു ബന്ധം എന്താണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്നും കൂടി മനസ്സിലാവുന്നുണ്ട്. ആ ഒരു വ്യക്തി അതും കൂടി കരുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ആൾ എന്താ പറയുക, ഒരു അത്രയും കൂടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ടുള്ള ബന്ധമായിരിക്കില്ല. ഒരു വിട്ടിട്ട് പോയ ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വിഷമം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടായിട്ട് വന്ന് മേ ബി മറക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. കാരണം ഈ അദ്ദേഹം എന്ന് പറയുമ്പോൾ ആണായിരിക്കാം പെണ്ണായിരിക്കാം, ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം എന്നത് എല്ലാവരെയും നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ കണക്ഷൻ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കും അതെ, എന്തൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. പറ്റുന്നുണ്ടാവില്ല, എന്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി ഫ്രണ്ട്സായിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട്, ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ച് ചിലവഴിച്ച് മൂവ് ഓൺ ചെയ്യാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനെ കൊണ്ടൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല. ജോബിലും കരിയറിലും കൂടുതൽ ഫോക്കസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം. അതിലൊന്നും നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. ആള് ഇപ്പോഴും എന്താ പറയുക, ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു ടൈം ഒന്ന് ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടെങ്കിലും സ്റ്റാർട്ട് ആക്കായിരുന്നു ഈ ഒരു ബന്ധം. കുറേ ടോക്സിസിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ആളുടെ സാഹചര്യം കുറേയൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ആളുടെ സാഹചര്യം എന്നാണ് ആൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ആൾ ഒട്ടും ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ കാണുന്നില്ല. എന്തുകൊണ്ടൊക്കെയോ ഒരു ഓളത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുമായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ഡ്രീമൊക്കെ നിങ്ങളോടൊത്ത് ഒരുമിച്ച് ആഘോഷിക്കണം, നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെ ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ഒരുപാട് സ്നേഹം ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളോട്. പക്ഷേ എത്രയൊക്കെ സ്നേഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ വരുമ്പോൾ എന്താ പറയുക, കുറച്ചങ്ങോട്ട് 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ നന്നായിട്ട് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിട്ട് എഗെയിൻ വീണ്ടും ഒരു ടോക്സിസിറ്റി കാർമിക് കാര്യങ്ങളിലോട്ട് പോകുന്നതായിട്ടാണ് ഈ ഒരു ബന്ധത്തെ കാണുന്നത്. അതായത് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. സെയിം റിപ്പീറ്റേഷൻ തിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഓൺ ആൻഡ് ഓഫ് വന്നു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് സ്മൂത്ത് ഗോയിങ് പോകും, പിന്നെയും അഗെയിൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം മെയിനായിട്ട് റീസൺ പല റീസണാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. കാർമിക് റിലേഷൻഷിപ്പ് ആൻഡ് സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ്. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിന് അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഓരോ റിലേഷൻഷിപ്പിൽ വന്നിരിക്കണം എന്ന് ഡിവൈൻ ഓൾറെഡി നമ്മൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പോലും അവരുടെ ലൈഫിലേക്ക് വേറൊരു ഫ്രണ്ട് വരിക എന്നുള്ളത് അത് ഡിവൈൻ ഡിസിഷൻ പ്രകാരം മാത്രമാണ് വന്നിട്ടുണ്ടാവുക.